നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് എന്ന് നടിക്കുന്നവരെ തിരിച്ചറിയാനുള്ള 5 സൂചനകൾ എന്തൊക്കെയാണ്? ഇന്ന് അതിനെക്കുറിച്ചാണ് ടീച്ചറമ്മ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. മക്കളെ, നിങ്ങളെ ഏറ്റവും വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ചില ആളുകളായിരിക്കും. നിങ്ങൾ വിജയിക്കുമ്പോ അവര് ചിരിക്കും, പക്ഷേ അവർക്ക് ഉള്ളിൽ തട്ടിയുള്ള സന്തോഷമുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ഒരു സ്വപ്നത്തെ പറ്റി അവരോട് പറയുമ്പോ നിന്നെ കൊണ്ട് ആ സ്വപ്നമൊന്നും നേടാൻ പറ്റില്ല എന്നുള്ളത് അവര് പറയും. അതുപോലെ നിങ്ങളൊന്ന് താഴെ വീഴുമ്പോ സഹതപിക്കുന്നത് പോലെ അഭിനയിക്കും, പക്ഷേ നിങ്ങൾ അറിയാതെ ഉള്ളിൽ അവർ സന്തോഷിച്ചേക്കാം. അപ്പൊ ഇവരെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ 5 സൂചനകളിൽ 3 എണ്ണമെങ്കിലും ഒരാളിൽ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ബൗണ്ടറീസ് കുറച്ച് ശക്തമാക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഞാന് ഒരു കഥ പറഞ്ഞു തരാം, അനിതയുടെ കഥ. അനിത ഒരു ചെറിയ ജോലി ചെയ്തിരുന്നു, ഒരു സാധാരണ സ്ത്രീയായിരുന്നു. അവർക്ക് ഒരു വലിയ സ്വപ്നം ഉണ്ടായിരുന്നു, സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങണം. അവൾ ഏറ്റവും അടുത്ത സുഹൃത്തായ നിഷയോട് ഈ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നിഷ പറഞ്ഞു, നിനക്ക് ബിസിനസ് ചെയ്യാനൊന്നും അതിനെക്കുറിച്ചൊന്നും നിനക്കറിയത്തില്ല, അതൊക്കെ വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പൊ ആദ്യം അനിതയ്ക്ക് തോന്നി അത് നിഷയ്ക്ക് അവളോടുള്ള കെയർ കൊണ്ടാണ് അവൾ പറയുന്നത് എന്നാണ് അനിത വിചാരിച്ചത്. അവള് ചെറിയ രീതിയിൽ ബിസിനസ് ആരംഭിച്ചു. അപ്പൊ ആ സുഹൃത്ത് വീണ്ടും പറഞ്ഞു, ഓ, ഇതൊക്കെ എത്ര ദിവസം പോകും നോക്കാം. അനിതയ്ക്ക് ആദ്യമായി ഒരു നല്ല ഓർഡർ കിട്ടിയപ്പോ അവൾ സന്തോഷത്തോടെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു, ഡി, എനിക്ക് നല്ലൊരു ഓർഡർ വന്നു. അപ്പൊ അവിടെ നിന്ന് കേട്ട മറുപടി, ഓ, അതൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും. അനിത മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി അവളുടെ ബിസിനസ്സില്. ആ സുഹൃത്ത് അവളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു. പിന്നീട് അനിതയ്ക്ക് മനസ്സിലായി, തന്റെ പരാജയകാലത്ത് ആ സുഹൃത്ത് വളരെ അടുത്തതായിരുന്നു, പക്ഷേ തന്റെ വളർച്ച തുടങ്ങിയ സമയം മുതൽ ആ ബന്ധത്തില് വിള്ളലുകൾ വന്നു തുടങ്ങി. ആ സുഹൃത്തിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. അനിത അവരെ ശത്രുവാക്കിയില്ല, പക്ഷേ അവളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു. സ്വപ്നങ്ങൾ എല്ലാവരോടും തുറന്നു പറയുന്നത് അവൾ നിർത്തി, സ്വന്തം ഗ്രോത്തിൽ ശ്രദ്ധിച്ചു. കാലം കഴിഞ്ഞപ്പോ അവളുടെ ബിസിനസ് വളർന്നു. അവളൊരു കാര്യം മനസ്സിലാക്കി, എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ചിലർ നമ്മുടെ ലൈഫിൽ ഒരു ചാപ്റ്റർ മാത്രമാണ് എന്നുള്ള ഫാക്റ്റ് അവൾ മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് ആ 5 സയൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്നാമത്തെന്ന് പറയുന്നത്, നിങ്ങളുടെ സന്തോഷത്തിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. നിങ്ങളൊരു നല്ല കാര്യം പറയുമ്പോൾ വാവ് എന്ന് പറയുന്നതിന് പകരം ഓ, അതൊന്നും ഒന്നുമല്ല എന്ന് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളുടെ അച്ചീവ്മെന്റിനെ വളരെ ചെറുതായി അവർ കാണും. അതുപോലെ നിങ്ങളൊരു പ്രൊമോഷൻ നേടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നതല്ലേ എന്ന് വളരെ വില കുറച്ച് അവർ സംസാരിക്കും. നിങ്ങളൊരു പുതിയ കാറ് വാങ്ങിക്കഴിഞ്ഞാൽ, ഓ, ഇതിനു വേണ്ടിയൊക്കെ ഇത്രയും പണം ചെലവാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഭാഗ്യം കൊണ്ട് നിങ്ങൾ നേടിയതാ എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു വിലയില്ലാത്ത രീതിയിൽ കാണുന്നവരുണ്ട്. അതായത് നിങ്ങളുടെ സന്തോഷത്തെ കെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. ഇനി രണ്ടാമത്തെ പറയുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങളെ നിരന്തരം ഡിസ്കറേജ് ചെയ്യും. അതായത് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഫ്രണ്ട് നിങ്ങളോട് പറയാം, നീ ഒരു ബിസിനസ് പ്ലാനിൽ ഒരു റിസ്ക് ഉണ്ട്, നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണേ ചെയ്യാൻ എന്ന് സ്നേഹത്തോടെ പറയുന്നത് ഒരു കെയർ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് സ്വപ്നം പറഞ്ഞാലും നിന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ കൊണ്ട് അത് നടക്കില്ല, വെറുതെ സമയം കളയണ്ട, എങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അഡ്വൈസ് നിങ്ങളെ ശക്തനാക്കും, പക്ഷേ ഡിസ്കറേജ്മെന്റ് നിങ്ങളെ ചെറുതാക്കും എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തത്, നിങ്ങൾ താഴെ വീഴുമ്പോൾ അവർ സന്തോഷിക്കുന്നതായി തോന്നും. നിങ്ങൾ പരാജയപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത്, ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും നടക്കില്ല എന്ന്. നിങ്ങളുടെ വേദന കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങി നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഖത്തൊരു ചെറിയ സന്തോഷം കാണാം. യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ മുമ്പിൽ അവര്, അതായത് നിങ്ങളുടെ മുമ്പിൽ സ്നേഹം നടിക്കുന്നുണ്ടാവും, പക്ഷേ അവര് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവില്ല.
അടുത്തത് നിങ്ങളുടെ ദൗർബല്യങ്ങൾ മറ്റുള്ളവരോട് പറയും. നിങ്ങൾ വിശ്വസിച്ച് പറഞ്ഞ പേഴ്സണൽ കാര്യങ്ങൾ അടുത്ത ദിവസം മറ്റൊരാളുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനെ എന്താ പറയാ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ വൾനറബിലിറ്റി അതിനെ ഒരു എന്റർടൈൻമെന്റ് ആക്കില്ല. നിങ്ങൾ പറഞ്ഞൊരു രഹസ്യം ഒരിക്കലും മറ്റുള്ളവരോട് പോയി പറയില്ല. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്ത് അവരെ അസ്വസ്ഥനാക്കുന്നു അല്ലെങ്കിൽ അസ്വസ്ഥയാക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ഒരു സൈൻ. അതായത് നിങ്ങൾ മാറുന്നു, നിങ്ങൾ കൂടുതൽ കൂടുതൽ സക്സസിലേക്ക് പോകുന്നു, നിങ്ങളുടെ ഇൻകം വർദ്ധിക്കുന്നു, കോൺഫിഡൻസ് കൂടുന്നു, നിങ്ങൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോ അവർക്ക് തോന്നും, ഓഹ് നീ ഇപ്പം വലിയ ആളായിപ്പോയി, നീ ഇപ്പൊ ഒരുപാട് മാറിപ്പോയില്ലെന്നൊക്കെ നിങ്ങളോട് മേ ബി പറയാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മാറിയിരിക്കാം, പക്ഷേ അത് മോശമായല്ല, നിങ്ങൾ വളരുകയാണ്, നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായത്. പക്ഷെ അവരത് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയുണ്ടാവും. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കാത്ത ആളുകളോട് കൂടുതൽ പോയി സഹകരിച്ചിട്ട് പണി വാങ്ങിക്കാനായിട്ട് നമ്മൾ നിൽക്കരുത്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട 5 ആളുകളുടെ പേരെഴുതുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള 5 വ്യക്തികളുടെ പേരെഴുതുക. എന്നിട്ട് ഓരോരുത്തരുടെയും മുന്നിൽ നിങ്ങൾ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒന്നാമത്തെ വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി എഴുതേണ്ട ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഞാൻ വിജയിക്കുമ്പോൾ ഇവർ ശരിക്കും സത്യസന്ധമായിട്ട് സന്തോഷിക്കുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം, ഞാൻ പരാജയപ്പെടുമ്പോൾ ഇവരെന്നെ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ടോ? മൂന്നാമത്തെ, ഞാൻ എന്റെ സ്വപ്നം പറയുമ്പോൾ ഇവരെന്നെ ശക്തനാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ശക്തയാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നുണ്ടോ? ഓരോരുത്തർക്ക് നേരെ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പെട്ടെന്ന് ആരെയും ജഡ്ജ് ചെയ്യരുത്. ചിലപ്പോൾ ഒരു ദിവസത്തെ ഒരു പെരുമാറ്റം കൊണ്ട് അവരെ നമ്മൾ നെഗറ്റീവാണ് മോശമാണെന്ന് വിലയിരുത്തരുത്. നിരന്തരമായി അവരെ നിരീക്ഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് ശരിക്കുമുള്ള സ്നേഹത്തെ മനസ്സിലാകുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായിട്ട് നിങ്ങൾ നിരന്തരം ശ്രമിക്കുക. നല്ല മനുഷ്യരുമായിട്ട്, നിങ്ങളെ വളരാൻ സഹായിക്കുന്ന, വിജയിക്കാൻ സഹായിക്കുന്ന നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടുക. എപ്പോഴും നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല പോസിറ്റീവായിട്ടുള്ള മനുഷ്യരുമായിട്ട് സഹകരിക്കാം. വിശ്രമം എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് കൊണ്ടുവരുന്ന എന്തിനാന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടണം, കൂടുതൽ കൂടുതൽ പോസിറ്റീവായി മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളൊക്കെ നേടണം എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോ എല്ലാവരുടെയും നെറുകയിൽ കൈവച്ച് വിശ്രമം അനുഗ്രഹിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി ഒക്കെ നൽകി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോ നാളത്തെ വീഡിയോയിൽ കാണാം. ഡിശ്രമയ്ക്ക് നിങ്ങളോട് വലിയ ഒരു സന്തോഷം ഷെയർ ചെയ്യാനുണ്ട്. ഉടനെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ അതിനായിട്ട് കാത്തിരിക്കുക. ഒരു വലിയ മാനിഫെസ്റ്റേഷൻ സ്റ്റോറി പറയാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു.